നമസ്കാരം. അപ്പോളോ ദൗത്യങ്ങൾ അവസാനിച്ച് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ അരികിലേക്ക് എത്തുന്ന അത്യന്തം ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ് ആർടെമിസ് 2 കടന്നുപോകുന്നത്. 4 ലക്ഷം കിലോമീറ്ററോളം അകലെയുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം ലക്ഷ്യമാക്കി കുതിക്കുന്ന ഓറിയോൺ ക്യാപ്സൂൾ ഇപ്പോൾ അതിന്റെ പകുതി ദൂരം പിന്നിട്ടിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ യാത്രികർക്ക് അപ്രതീക്ഷിതമായി ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നത് ഈ ദൗത്യത്തെ കൂടുതൽ നാടകീയമാക്കി. പേടകത്തിനുള്ളിലെ ലൂണാർ ലൂ എന്നറിയപ്പെടുന്ന ശുചിമുറി സംവിധാനം ഭാഗികമായി പ്രവർത്തനരഹിതമായിരുന്നു. അതായിരുന്നു പ്രധാന പ്രശ്നം. മാലിന്യങ്ങൾ പുറന്തള്ളുന്ന പൈപ്പിനുള്ളിൽ ഐസ് കട്ട പിടിച്ചതിനെ തുടർന്ന് തടസ്സമുണ്ടാവുകയും ഇത് പേടകത്തിനുള്ളിൽ ചെറിയ തോതിൽ ദുർഗന്ധം പകരാൻ കാരണമാവുകയും ചെയ്തു. മിഷൻ കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം താൽക്കാലികമായി യൂറിൻ കളക്ഷൻ ബാഗുകൾ ഉപയോഗിക്കേണ്ടി വന്നത് യാത്രികരെ അല്പം വലച്ചെങ്കിലും ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മാസങ്ങളോളം പരിശീലനം ലഭിച്ച അവർ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങി. ബഹിരാകാശത്തെ അതിശൈത്യവും സാങ്കേതിക സങ്കീർണതകളും കാരണം ശുചിമുറി സംവിധാനങ്ങൾ എപ്പോഴും ഒരു വെല്ലുവിളിയാണെന്ന് ഓറിയോൺ പ്രോഗ്രാം മാനേജർ ഡെബി കോർത്ത് പിന്നീട് തമാശ രൂപേണ പറയുകയുണ്ടായി. എങ്കിലും ദൗത്യത്തിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തി യാത്രികർ ഈ പ്രതിസന്ധിയെ തമാശയോടെയും ധൈര്യത്തോടുമാണ് നേരിട്ടത്. ദൗത്യത്തിലെ അതീവ നിർണായകമായ ട്രാൻസ്ലൂണാർ ഇഞ്ചക്ഷൻ ഘട്ടം വിജയകരമായി പിന്നിട്ട ശേഷമാണ് മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റിയാന കോച്ച് ഈ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ മുൻകൈ എടുത്തത്. കഠിനമായ പ്രയത്നത്തിനൊടുവിൽ പൈപ്പിലെ തടസ്സം നീക്കി ശുചിമുറി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ അവർക്ക് സാധിച്ചു. തകരാർ പരിഹരിച്ച ശേഷം താനൊരു സ്പേസ് പ്ലംബർ ആണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിച്ച ക്രിസ്റ്റീനയുടെ വാക്കുകൾ സഹയാത്രികർക്കിടയിൽ വലിയ ആവേശം പകർന്നു. ക്രിസ്റ്റീന കോച്ച്, റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ജെറമി ഹാൻസൻ എന്നിവരടങ്ങുന്ന ഈ സംഘം തിങ്കളാഴ്ചയോടെ ചന്ദ്രന്റെ മറുപുറത്തെത്തും. ഭൂമി കാഴ്ചയിൽ ചെറുതാകുന്നതും ചന്ദ്രൻ കൂടുതൽ വലുതായി വരുന്നതും തങ്ങളെ ആവേശഭരിതരാക്കുന്നുവെന്ന് പൈലറ്റ് വിക്ടർ ഗ്ലോവർ പ്രതികരിച്ചു. ഈ യാത്രയുടെ 10ാം ദിനത്തിൽ, അതായത് ഏപ്രിൽ 10-ന് പേടകം പസഫിക് സമുദ്രത്തിൽ സുരക്ഷിതമായി പതിക്കുന്നതോടെ പരീക്ഷണ പറക്കൽ പൂർത്തിയാകും. ചന്ദ്രനിലെത്തുന്ന ആദ്യ വനിതയായി ക്രിസ്റ്റീന കോച്ചും ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ വിക്ടർ ഗ്ലോവറും ഈ യാത്രയിലൂടെ ചരിത്രത്തിൽ ഇടം പിടിക്കും. 2028-ൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യനെ ഇറക്കാനുള്ള നാസയുടെ വൻ പദ്ധതിയിലേക്കുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഈ ദൗത്യം. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും ദൂരമുണ്ടെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള ഈ കുതിപ്പ് ശാസ്ത്രലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബഹിരാകാശ യാത്രകളിൽ സാങ്കേതിക തകരാറുകൾ സ്വാഭാവികമാണെങ്കിലും ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ വെച്ച് അവ പരിഹരിക്കുക എന്നത് അതീവ സങ്കീർണമാണ്. ആർടെമിസ് ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ചാരികൾ വർഷങ്ങളോളം നീണ്ട കഠിനമായ പരിശീലനത്തിലൂടെയാണ് കടന്നുപോയത്. പേടകത്തിനുള്ളിലെ യന്ത്രഭാഗങ്ങൾ തകരാറിലായ അവ സ്വയം അറ്റകുറ്റപ്പണി നടത്താനുള്ള സാങ്കേതിക വിദ്യയും ഇവർ അഭ്യസിച്ചിരുന്നു. ക്രിസ്റ്റീന കോച്ചിന്റെ സമയോചിതമായ ഇടപെടൽ ഈ പരിശീലനത്തിന്റെ വിജയമായാണ് നാസ വിലയിരുത്തുന്നത്. ഭൂമിയിലെ ലബോറട്ടറികളിൽ കൃത്രിമമായി സൃഷ്ടിച്ച ബഹിരാകാശ സാഹചര്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ലൂണാർ ലൂവിലെ ഐസ് കട്ട നീക്കം ചെയ്യാൻ അവരെ സഹായിച്ചത്. അപ്പോളോ ദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ആർടെമിസ് ദൗത്യം ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിര സാന്നിധ്യം ലക്ഷ്യമിട്ടുള്ളതാണ്. 1970-കളിൽ ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയേക്കാൾ 1000 മടങ്ങ് കരുത്തുള്ള സെൻസറുകളും കമ്പ്യൂട്ടറുകളുമാണ് ഓറിയോൺ ക്യാപ്സൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്നതിന് മുൻപുള്ള ഒരു സുരക്ഷാ പരിശോധന കൂടിയാണ് ഈ 10 ദിവസത്തെ യാത്ര. ചന്ദ്രന്റെ മറുപുറത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഭൂമിയുമായുള്ള ആശയവിനിമയം താൽക്കാലികമായി നിലയ്ക്കുന്ന ഘട്ടത്തെ സംഘം എങ്ങനെ മറികടക്കുന്നു എന്നത് ശാസ്ത്രലോകം ഉറ്റുനോക്കുന്നു. ഭാവിയിൽ ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ ദീർഘദൂര യാത്രകൾക്ക് ആർടെമിസ് നൽകുന്ന പാഠങ്ങൾ നിർണായകമാകും. പേടകത്തിനുള്ളിലെ ദുർഗന്ധവും ശുചിമുറിയിലെ അസൗകര്യങ്ങളും ആദ്യഘട്ടത്തിൽ യാത്രികരെ ബുദ്ധിമുട്ടിച്ചു എങ്കിലും പേടകത്തിന് പുറത്തെ കാഴ്ചകൾ അവരെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. പൈലറ്റ് വിക്ടർ ഗ്ലോവർ പങ്കുവച്ചതുപോലെ കറുത്ത ക്യാൻവാസിൽ തിളങ്ങുന്ന നീലഗോളം പോലെ ഭൂമി അകന്നുപോകുന്ന കാഴ്ച വാക്കുകൾക്ക് അതീതമാണ്. ചന്ദ്രന്റെ കാന്തിക വലയത്തിലേക്ക് അടുക്കും തോറും പേടകത്തിന്റെ വേഗതയിലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. 4 രാജ്യങ്ങളുടെയും ലോകമെമ്പാടുമുള്ള ശാസ്ത്രപ്രേമികളുടെയും പ്രാർത്ഥനയുടെയും പിന്തുണയും തങ്ങൾക്ക് കരുത്തേകുന്നതായി യാത്രികർ അറിയിച്ചു. ഓരോ നിമിഷവും ക്യാമറകളിൽ പകർത്തുന്ന ഇവർ ഭൂമിയിലേക്ക് അയക്കുന്ന ചിത്രങ്ങൾ തത്സമയം നാസ പുറത്തുവിടുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ചന്ദ്രന്റെ മറുപുറം തൊട്ടുമടങ്ങുന്ന ഈ 4-അംഗ സംഘം മനുഷ്യരാശിയുടെ പര്യവേഷണ ചരിത്രത്തിലെ പുതിയ അധ്യായങ്ങളാണ് രചിക്കുന്നത്. പേടകത്തിനുള്ളിലെ ചെറിയ തകരാറുകളെ പോലും നിശ്ചയദാർഢ്യത്തോടെ മറികടന്ന ഇവരുടെ യാത്ര ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാക്കുന്ന ആർടെമിസ് 3 ദൗത്യത്തിന് ശക്തമായ അടിത്തറ പകരാൻ പോകുന്നതാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യന്റെ പാദമുദ്രകൾ വീണ്ടും പതിയാൻ ഇനി അധികകാലം വേണ്ടിവരില്ല എന്ന ഉറപ്പോടെ ആർടെമിസ് 2 അതിന്റെ ചരിത്രപരമായ മടക്കയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ TV.